എല്ലാവർക്കും ജെ കട ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് കൃഷി കാഴ്ചകളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ ഓണത്തിലേക്ക് ഇട്ടേക്കുന്ന പയർ കൃഷിയാണ്. കണ്ടില്ലേ, ഇതിന് നടീൽ രീതികളും ഇതിന് ചെയ്യുന്ന വളപ്രയോഗങ്ങളും എല്ലാം ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ പയർ ചെടി കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓണത്തിലേക്ക് നല്ല വിളവും ഇതിനകത്ത് നിന്ന് ലഭിക്കും. ഓണത്തിലേക്ക് എടുക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പയറിൻ്റെ ഇടയിൽ ചീരയും കൃഷി ചെയ്തിട്ടുണ്ട്. കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ കുറഞ്ഞിരിക്കാനും ഇത് സഹായിക്കും. ഇത് പാവല് കൃഷി ചെയ്തിരിക്കുന്ന പന്തലിലോട്ട് കയറി കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നമ്മുടെ ശ്രീ പവിത്രയും ശ്രീരക്ഷയും ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിലേക്കൂടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നേരെ നമ്മുടെ വാഴത്തോട്ടത്തിലേക്കാണ്. കണ്ടില്ലേ, ഇത് ഫുള്ള് നമ്മൾ വാഴ കൃഷി ചെയ്തേക്കാണ്. 50 മൂടോളം ഏത്തവാഴ കൃഷി ചെയ്തിരിക്കുകയാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡോരം നമ്മൾ കാച്ചിലുകൾ പടർത്തിയിരിക്കുകയാണ്. കാച്ചിൽ വള്ളി നല്ലപോലെ പടർന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. ഇത് നനകിഴങ്ങാണ്. ഇതിൻ്റെയും വള്ളികൾ നല്ലപോലെ പടർത്തി വിടണം. ഇതിൻ്റെ വള്ളികൾ നല്ലപോലെ വലിഞ്ഞ് പടർന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നല്ലപോലെ വിളവുകളും ലഭിക്കുകയുള്ളൂ. ഇവിടെ ഫുള്ള് നമ്മളിതിൻ്റെ സൈഡോരം നോക്കിയാണ് ഇത് മൊത്തം നട്ടേക്കുന്നത്. കണ്ടില്ലേ, ഇടയിൽ കൂടി ഇങ്ങനെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് ഇതെല്ലാം നിൽക്കുന്നതായിട്ട്. ഇതിപ്പോൾ നമ്മൾ വാഴയൊക്കെ ഇതെല്ലാം നമ്മൾ ഏപ്രിലാണ് ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കളകളൊന്നും കയറാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തന്നെ ചെയ്യുക. അപ്പം അധികം കീടങ്ങൾ വരികയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. എന്തെങ്കിലും ഒരു ഇത് വന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. കണ്ടില്ലേ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും എന്ത് സന്തോഷമാണ്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ചേമ്പും ചേനയുമാണ്. കണ്ടില്ലേ, നമ്മളൊരു സൈഡോരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നമ്മളിപ്പോൾ വളമൊക്കെ ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്യുന്ന രീതികൾ ജൈവ വളങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. വളമൊക്കെ ചെയ്ത് മണ്ണൊക്കെ വെട്ടി അടുപ്പിച്ചേക്കുവാണ്. എന്ത് രസമായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇത് നമ്മുടെ ഇഞ്ചി കൃഷി ചെയ്തേക്കുന്നതാണ്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. നമുക്കിത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് ഇഞ്ചി. നമ്മുടെ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ നെയ്ക്കുമ്പളം. ഇത് ഞാൻ വെറുതെ തറയിൽ പടർത്തിയിട്ടേക്കാണ്. അതിലും കായ്കൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ടെറസിലോട്ട് പടർത്തിയേക്കാണ്. ഇതിലും ഇപ്പോൾ കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൊരയ്ക്ക. ഇത് ഒരുപാട് ഇവിടെ കായ്ച്ചു കിടപ്പുണ്ട്. നമ്മുടെ കിഴങ്ങിൻ്റെ ഇടയിലോട്ടൊക്കെയാണ് ഞാൻ ഇത് പടർത്തി വിട്ടേക്കുന്നത്. ഇത് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് മറ്റുള്ള കൃഷികളുടെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ മത്തനും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കായ്ച്ചയുടെ ആക്രമണം വരും. അതിനാണ് ഞാൻ ഈ വാഴയുടെ കച്ചി കൊണ്ടൊക്കെ ഇതിനെ നിറച്ചിട്ടേക്കുന്നത്. ഇത് കത്തിരിയും വഴുതനയാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നത്. നമ്മൾ പച്ചമുളക് കൃഷി ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ പച്ചമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടേക്കുന്ന തക്കാളി കൃഷിയുടെയാണ്. കായ്കളെല്ലാം വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിനി വിളവെടുക്കണം. കണ്ടില്ലേ, നല്ല പോലെ കൊലകൊലകളായിട്ടാണ് കായ്ച്ചു കിടക്കുന്നത്. ഇത് അമര നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്കിതിനകത്ത് നിന്ന് ലഭിക്കും. ഇതൊരു മൂടുണ്ടെങ്കിൽ നല്ലപോലെ കായ്കൾ നമുക്കിതിനകത്ത് നിന്ന് ലഭിക്കും. ഇത് കറിവേപ്പ് നട്ടേക്കുന്നതാണ്. ഇത് കുറേ നമ്മളിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇത് വെണ്ട. അത് ഗ്രോ ബാഗിലാണ് ചെയ്തിരിക്കുന്നത്. അതും കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തറയിൽ നമ്മൾ കുറേ പച്ചമുളകുകൾ വെച്ചിട്ടുണ്ട്. എല്ലാം പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. കായ്കളും ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടി മുരിങ്ങ. ഇത് ഒരുപാട് നീളത്തിൽ പോയപ്പോഴത്തേക്ക് കട്ട് ചെയ്തപ്പോൾ 2 ശിഖരങ്ങളായിട്ട് കിളിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നു.
പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നമ്മൾ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ള മൂവാണ്ടനാണ്. ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത് കായ്ച്ചിരിക്കുന്നത്. 4 മാങ്ങയോളം ആദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ഇപ്പോഴും അത് നല്ലപോലെ തളിരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാം സൂപ്പർ അർലിയാണ്. അതിൻ്റെ ചെറിയൊരു തൈ വെച്ചാണ് നല്ലപോലെ വളർന്നു വരുന്നുണ്ട്. പ്ലാവിൻ്റെ കുറേ വെറൈറ്റീസ് തൈകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. നമ്മുടെ ബുഷ് ഓറഞ്ച് കണ്ടില്ലേ, ചൈനീസ് ഓറഞ്ച്, അതും ഇപ്പം കായ്കളെല്ലാം കഴിഞ്ഞു. അടുത്ത കളറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തിലോപ്പിയ മീൻ കുഞ്ഞുങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ ഇവരെ. ചെണ്ടുമല്ലി, ഇത് നമുക്ക് വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്. കീടങ്ങളുടെ ആക്രമണത്തിനൊക്കെ നമുക്ക് പച്ചക്കറികൾക്കിടയിൽ വളർത്താൻ നല്ല ഒരു ഇതാണ് ഈ ചെടി. അതുപോലെ തന്നെ നമുക്കിത് വാണിജ്യാടിസ്ഥാനത്തിലും വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഓണത്തിന് ഇതിൻ്റെ ഡിമാൻഡ് വളരെ വലുതാണ്. അത്തപ്പൂക്കളത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ചെടികളാണ്. ഇതിൻ്റെ നടീൽ രീതികളും പരിചരണങ്ങളും എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലെ ഈ ചെറിയ കൃഷി കാഴ്ചകൾ ഇഷ്ടമായോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കൃഷി കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.